സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി മുൻ ഡി.ജി.പി. ആർ. ശ്രീലേഖ. വികസനമാണ് തന്റെ ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. പിടിച്ചെടുക്കുമെന്നും ആർ. ശ്രീലേഖ പ്രതീക്ഷ പ്രകടിപ്പിച്ചു 24-നോട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പ്രമുഖരെ രംഗത്തിറക്കുകയാണ് ബി.ജെ.പി. അതിൽ മുൻ IPS ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ DGP ആയിട്ടുള്ള ആർ. ശ്രീലേഖയുണ്ട്. ഒരു വലിയ ഉത്തരവാദിത്തമാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. വലുതെന്ന് പറയാൻ പറ്റില്ല, ഒരു ഉത്തരവാദിത്തം. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിലെടുക്കുന്നു, ഒരു റെസ്പോൺസിബിലിറ്റിയിലെടുക്കുന്നു. ആ ഒരു റെസ്പോൺസിബിലിറ്റി ഹാസ് ടു ടേക്ക് ഓവർ ബൈ. അത് എടുക്കണമല്ലോ. പ്രതീക്ഷിച്ചിരുന്നു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു? ഒട്ടുമില്ല. കാരണം എനിക്കൊരു ഔദ്യോഗിക പദവി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉപാധ്യക്ഷ എന്നുള്ള, പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള ഔദ്യോഗിക പദവി തന്ന സ്ഥിതിക്ക് ഞാനിങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ശാസ്ത്രമംഗലത്താണ് മത്സരിക്കുന്നത്. നിലവിൽ വാർഡിലെ സാഹചര്യം എന്താണ്? വളരെ നല്ലതാണ്, പോസിറ്റീവ് സാഹചര്യമാണ് ഉള്ളത്. പിന്നെ ശാസ്ത്രമംഗലം എനിക്ക് പരിചയമുള്ള സ്ഥലമാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. തൊട്ടടുത്ത് വൈദക്കാട് ഈശ്വരൽസൺ റോഡിലാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് പേരെ അറിയാം. എനിക്ക് ഇവിടുത്തെ പൾസ് അറിയാം, ഇവിടുത്തെ ആളുകളെ അറിയാം. വിജയപ്രതീക്ഷയിൽ തന്നെയാണ്? ഓഫ് കോഴ്സ്, ഡെഫിനറ്റ്ലി, തീർച്ചയായിട്ടും. വിജയിച്ച് കയറിയാൽ മണ്ഡലത്തിൽ ആദ്യം എന്ത് നടപ്പിലാക്കുന്ന വെച്ചാൽ എന്താണ് അതിന് ഉത്തരം? അത് വരട്ടെ. മണ്ഡലത്തിലുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും. എന്തൊക്കെയാണ് കുറവുകളുള്ളത്, ഏതൊക്കെയാണ് മാറേണ്ടത്, അതെല്ലാം മാറ്റും. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ ബി.ജെ.പിക്കുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 100% ഉറപ്പ്. എന്തായാലും ആ ശ്രീലേഖയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാമെന്ന് ബി.ജെ.പിയും പ്രതീക്ഷിക്കുന്നു. ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിക്കൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.